ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് LBS എല്ലാവരും ആപ്ലിക്കേഷൻസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കറക്ഷൻ ഡേറ്റ് ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റാങ്ക് ലിസ്റ്റ് വരണം, അലോട്ട്മെന്റ് വരണം. അതിനു മുന്നേ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഉണ്ട്. ഓപ്ഷൻ രജിസ്ട്രേഷന്റെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതാണ് ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾ തമ്മിൽ കണ്ടല്ലോ, ഏത് കോളേജിൽ നിങ്ങൾക്ക് ഏത് ഇൻട്രസ്റ്റ് ഉള്ള കോഴ്സാണ് പഠിക്കേണ്ടത്, അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. അതായത് ഏത് കോളേജാണ് നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാൻ ഇഷ്ടം, ഏത് കോഴ്സാണ് നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടം, ആ കോളേജും കോഴ്സസും ഓരോന്നായി നിങ്ങൾ എഴുതി വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. നമുക്കറിയാം ഏതൊക്കെ കോളേജസിൽ ഏതൊക്കെ കോഴ്സസ് ആണ് എന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഗവൺമെന്റിന്റെ റാങ്ക് ലിസ്റ്റ് നമ്മുടെ ചാനലിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കഴിഞ്ഞ വർഷം ഏതൊക്കെ ഗവൺമെന്റ് കോളേജസിൽ ഏതൊക്കെ സബ്ജക്റ്റ് ആണ്, എത്ര പേർക്കാണ് സീറ്റ് ഉണ്ടായിരുന്നത് എന്നുള്ളത്. അതനുസരിച്ച് നിങ്ങൾ കോളേജസ് അറേഞ്ച് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് ഗവൺമെന്റ് കോളേജ് ആണ് ഫസ്റ്റ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ആദ്യം ഇന്ന ഗവൺമെന്റ് കോളേജ്, അതായത് നിങ്ങളുടെ സ്ഥലം എവിടെയാണ്, നിങ്ങളുടെ ജില്ല ഏതാണ്. ഇപ്പോൾ ട്രിവാൻഡ്രത്തുള്ളവർക്കാണെങ്കിൽ ട്രിവാൻഡ്രത്ത് കിട്ടണമെന്നായിരിക്കും ആഗ്രഹം. അങ്ങനെയുള്ളവർ ഗവൺമെന്റ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് വെക്കുക. അതനുസരിച്ച് അവിടെ ഏത് സബ്ജക്റ്റ് ആണോ പഠിക്കാൻ നിങ്ങൾക്ക് ആദ്യം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കോഴ്സ് തന്നെ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വെക്കുക. ഇത് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത്, LBS നിങ്ങൾ കോഴ്സ് വെക്കുന്നത്, നിങ്ങൾ എവിടെയെങ്കിലും ഒരു അവിയൽ പരുവത്തിൽ എല്ലാ ഓപ്ഷൻസും എങ്ങനെയെങ്കിലും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ സെക്കൻഡ് വെക്കുന്നതായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം, പക്ഷെ നിങ്ങളത് സെക്കൻഡോ തേർഡോ ഒക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ LBS നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഒരു ഓപ്ഷൻ നിങ്ങൾ എവിടെയാണോ വെച്ചത്, നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ആ കോളേജിൽ ആ കോഴ്സ് കിട്ടുമോ എന്നതായിരിക്കും ഫസ്റ്റ് LBS നോക്കുന്നത്. എന്നിട്ട് നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഓപ്ഷൻ നോക്കുകയുള്ളൂ. അതുപോലെ തന്നെ തേർഡ്, ഫോർത്ത്, 10th അങ്ങനെ നോക്കി നിങ്ങൾ ഓപ്ഷൻ എത്ര നമ്പർ അനുസരിച്ച് വെക്കുന്നോ അത് നോക്കിയിട്ടാണ് LBS നിങ്ങൾക്ക് എവിടെയാണ് അഡ്മിഷൻ തരേണ്ടത് എന്ന് വെക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ വെക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്, നിങ്ങൾക്ക് ഏത് കോളേജിലാണോ ഇഷ്ടം, ഏത് കോഴ്സാണോ ആദ്യം ഇഷ്ടം അത് തന്നെ വെക്കുക. ഗവൺമെന്റിലാണെങ്കിൽ ഗവൺമെന്റ്, പ്രൈവറ്റിലാണെങ്കിൽ പ്രൈവറ്റ്. ഓൾറെഡി നമ്മൾ ഗവൺമെന്റ് കോളേജസിന്റെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തത് വെച്ചിട്ട് കുറേ പേർക്ക് ഡൗട്ടാണ്, എനിക്ക് ഇത്ര ഇൻഡെക്സ് മാർക്ക് ഇല്ലല്ലോ, അപ്പോൾ എനിക്ക് ഗവൺമെന്റ് കോളേജിൽ കിട്ടില്ല എന്നുള്ളത്. അത് നിങ്ങൾക്ക് സ്വയം വിലയിരുത്താൻ സാധിക്കുന്നതായിരിക്കും. മാർക്ക് കുറവുള്ള കുട്ടികൾ ഉറപ്പായിട്ടും ഉണ്ടാകും. അവർ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ മാക്സിമം കോളേജസിൽ എല്ലാ സബ്ജക്റ്റും വെക്കുക. എന്ന് വെച്ചാൽ വാരി വലിച്ച് വെക്കാന്നല്ല, നിങ്ങളുടെ ഇൻട്രസ്റ്റ് നോക്കി അതനുസരിച്ച് ഒരു ഓർഡറിൽ തന്നെ ഓപ്ഷൻസ് വെക്കാൻ ശ്രമിക്കുക. ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാനുള്ള സമയമായിട്ടില്ല, പക്ഷേ അതിനു മുന്നേ തന്നെ ഓപ്ഷൻസ് നിങ്ങൾ അറേഞ്ച് ചെയ്ത് എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾ ഒരു കഫേയിൽ പോയാണ് ഇപ്പോൾ ഓപ്ഷൻസ് വെക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് കൺഫ്യൂഷൻ വരില്ല. കൺഫ്യൂഷൻ വരാതെ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് വെക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് വെക്കുന്ന ഓപ്ഷനായിരിക്കും LBS ഉയർന്ന സ്ഥാനം കൊടുക്കുന്നത്. ആ ഓപ്ഷന് നിങ്ങളുടെ മാർക്ക് അനുസരിച്ച് അഡ്മിഷൻ കിട്ടുമോ എന്നതായിരിക്കും LBS നോക്കുന്നത്. അപ്പോൾ ട്രയൽ അലോട്ട്മെന്റ് നമ്മൾ ഓപ്ഷൻ വെച്ചതിന് ശേഷമായിരിക്കും വരുന്നത്. ആ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ആ രീതിയിൽ അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാം. എനിക്ക് ഈ കോഴ്സ് ഈ കോളേജിൽ മതി, എനിക്ക് അങ്ങനെയാണ് എന്നൊരിതിൽ നിങ്ങൾക്ക് വീണ്ടും റീഅറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പക്ഷേ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഓപ്ഷൻസിന് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനു മുന്നേ തന്നെ അതും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ മാർക്ക് അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് വെക്കണമോ പ്രൈവറ്റ് വെക്കണമോ എന്നതെല്ലാം നിങ്ങളുടെ ചോയ്സ് ആണ്. കഴിഞ്ഞ വർഷം 290 മാർക്കിന് കൂടുതലുള്ള കുട്ടികൾക്കാണ് LBS അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നല്ല രീതിയിലുള്ള ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. ഇനി നെക്സ്റ്റ് റാങ്ക് ലിസ്റ്റ് വന്നാൽ മാത്രമേ നമുക്ക് ഈ വർഷത്തെ കാര്യം പറയാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരും വെയിറ്റ് ചെയ്യുക റാങ്ക് ലിസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ LBS അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.